നരേന്ദ്രമോദി അധികാരമേറ്റതിന് ശേഷമുള്ള നിരവധിയായിട്ടുള്ള സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ റിസർവ് ബാങ്ക് തന്നെ നേരിട്ട് ആ വിശദീകരണവുമായി വന്നിരിക്കുകയാണ്. റിസർവ് ബാങ്ക് ഗവർണറായ സഞ്ജയ് മൽഹോത്ര നിരവധിയായ തെളിവുകൾ നിരത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ അതിന് പോംവഴിയൊന്നുമില്ലാതെ കേന്ദ്ര സർക്കാർ ഇരുട്ടിൽ തപ്പുകയാണ്. ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നടത്തിയ അഡ്ജസ്റ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഓരോന്നായി പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട കാര്യം ഈ രാജ്യത്ത് നടത്തിയ ഒരു തുഗ്ലക് പരിഷ്കാരത്തിന് തുല്യമാണ്. ഈ രാജ്യത്തെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയല്ല ഇതൊന്നും തന്നെ ചെയ്തത്. അമിത്ഷായുടെ മകൻ ജയ്ഷാ ഇപ്പോൾ ICC ചെയർമാൻ ആകുമ്പോഴും അദ്ദേഹത്തിന്റെ ആസ്തി 1000 മടങ്ങോളം വർദ്ധിക്കുന്ന രീതിയിലേക്ക് ഉണ്ടായതും ഒക്കെ പ്രതിപക്ഷം വലിയ രീതിയിൽ ആയുധമാക്കി മാറ്റി കഴിഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷം പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ: സെബി ചെയർപേഴ്സൺ ആയിരുന്ന മാധവി ബുച്ചിനെയും അതുപോലെ തന്നെ നിരവധി കോർപ്പറേറ്റുകളെ വഴിവിട്ട് സഹായിച്ച പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയും ഒന്നും ഒരു അന്വേഷണവും പ്രഖ്യാപിക്കാതെ കേന്ദ്ര അന്വേഷണ ഏജൻസിയും അതുപോലെ തന്നെ കസ്റ്റംസും ഒക്കെ കണ്ണടക്കുകയാണ് ചെയ്തത്. എന്നാൽ കണ്ണടച്ചാൽ വെറുതെ ഇരുട്ടാക്കി കളയാം എന്ന് വിചാരിച്ചെടുത്താണ് നരേന്ദ്രമോദിക്കും കൂട്ടർക്കും തെറ്റിയത് എന്നുള്ളത് കൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് RBI രംഗത്ത് വരുന്നത്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനെതിരെ RBI രംഗത്ത് വരുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണോ എന്ന് തോന്നിപ്പോകും. കാരണം അത്രയേറെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കാര്യം, നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെ റിസർവ് ബാങ്കിന് പറയാനുള്ളത് ഈ രാജ്യത്തെ വ്യാജ പണം, കള്ളപ്പണം ഇപ്പോഴും ഒഴുകുന്നുണ്ട്. കള്ളപ്പണം തടയാൻ കേന്ദ്ര സർക്കാർ നടത്തിയ നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ഫലവത്തായിട്ടില്ല. മാത്രമല്ല, കള്ളപ്പണം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതിന്റെ ആരോപണങ്ങൾ ഓരോന്നായി രംഗത്ത് വരികയാണ്. എന്തിനധികം പറയുന്നു, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോലും വലിയ രീതിയിലുള്ള തിരിമറി കാണിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഒത്താശ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ഇപ്പോൾ കപിൽ സിബൽ ഉൾപ്പെടെയുള്ള മുതിർന്ന അഭിഭാഷകർ ഹർജിയായി സമർപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറെ വിസ്തരിക്കണം എന്നുള്ള ആവശ്യമാണ് കപിൽ സിബൽ നടത്താൻ പോകുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിരുന്ന രഘുറാം രാജനും പറഞ്ഞിരുന്ന അതേ ആവശ്യങ്ങൾ ഒരുപക്ഷെ അതിനേക്കാൾ മികച്ച രീതിയിൽ സഞ്ജയ് മൽഹോത്ര ആവശ്യപ്പെടുന്നു. നേരത്തെ സഞ്ജീവ് ഖന്ന സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ തന്നെ സഞ്ജയ് മൽഹോത്ര ഇത്തരത്തിലുള്ള കൃത്യമായ വാദങ്ങൾ നിരത്താൻ തുടങ്ങിയതാണ്. എന്നാൽ അത് ഏറ്റവും വലിയ ഉച്ചസ്ഥായിയിലേക്ക് എത്തിയിരിക്കുന്നത് നിലവിൽ ഇപ്പോഴത്തെ പുതിയ ചീഫ് ജസ്റ്റിസ് അധികാരമേറ്റതിന് ശേഷമാണ്. ക്യാബിനറ്റിന്റെ പല തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യവും അവരുടെ പോളിസി, ഫിനാൻഷ്യൽ പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വലിയ തോതിലുള്ള കോർപ്പറേറ്റ് കളികളുണ്ട്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉൾപ്പെടെ കണ്ടുപിടിക്കുകയാണ് സഞ്ജയ് മൽഹോത്ര.